ശ്രദ്ധിക്കുക, ഇവിടെ പ്രോബ്ലം രണ്ട് തരത്തിൽ വരാം. ഒന്നുകിൽ സോൾവ് എന്ന് പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ കൺവേർട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന രൂപത്തിൽ വരാം. ഇപ്പോൾ സോൾവ് എന്ന രൂപത്തിലാണ് എങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമായിട്ട് എടുക്കണം. അതല്ല കൺവേർട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, എക്സും വൈ ഉൾപ്പെടുന്ന ഫംഗ്ഷനായിട്ട് എടുക്കണം. എന്ന് പറഞ്ഞാൽ വൈ ഓഫ് എക്സ്, എന്നാൽ മാത്രമേ ഇൻ്റഗ്രലിനുള്ളിൽ വൈ ഓഫ് എക്സ് വരും, അത് ഇൻ്റഗ്രൽ ഇക്വേഷൻ ആവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രോബ്ലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ട്രാൻസ്ഫോം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 1, വൈ ഓഫ് 0 ഈക്വൽ ടു വൈ ഓഫ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആണ്. രണ്ട് 0 ആണ്, വാല്യൂ രണ്ടും 0 ആണ്, ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് കണ്ടീഷന് ഉള്ള കേസ് മാത്രമേ ഇത് ഈ തരത്തിൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനെ മാറ്റേണ്ട ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്താണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. വൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ജി ഓഫ് എക്സ് സൈ ഓഫ് വൈ സൈ ഇൻറ്റു വൈ ഓഫ് സൈ ഡി സൈ മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്. അതായത് ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ ഫോമാണ് വൈ ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ് ഈ മൈനസ് ഹാഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇവിടെ 1 ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി. അതാണ് ഫ്രെഡോമാണ്. ഇൻ്റഗ്രൽ എ ടു ബി കോൺസ്റ്റൻസ് ആണ്. ഒരു കേണൽ ഇവിടെ, പക്ഷേ കേണൽ ഗ്രീൻസ് ഫംഗ്ഷനാണ്. കേണൽ എന്ന് പറയുമ്പോൾ മൊത്തം ഇത്രയും മൊത്തം ഉണ്ടോ, ജി ഓഫ് എക്സ് ഐ ഇൻറ്റു സൈ എന്നുള്ളതാണ് ഇവിടെ കേണൽ ഇൻറ്റു വൈ ഓഫ് സൈ ഡി സൈ. അതാണല്ലോ സാധാരണ ഒരു ഫോം, ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ ഫോം. അപ്പോൾ ഇത്തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജി ഓഫ് എക്സ് വൈ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ. 0 to 1 ആണെങ്കിലും അതിൻ്റെ രണ്ട് പോസിബിലിറ്റി പറയുന്നുണ്ട്. ജി ഓഫ് എക്സ് എന്ന ഗ്രീൻ ഫംഗ്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. അത് എക്സ് ഇൻറ്റു 1 മൈനസ് ഐ ആണ്, വെൻ എക്സ് ലെസ് എൻ സൈ. നേരെ തിരിച്ച് അങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാറുണ്ടോ, സിമെട്രിക്കാണ് കേണൽ. സൈ ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് വേണേൽ പറയാം, വെൻ എക്സ് ഗ്രേറ്റർ സൈ. ഇതങ്ങോട്ട് മാറ്റുമ്പോൾ ഇതാവും, അങ്ങോട്ട് മാറ്റും ഇതാവും. അപ്പോൾ ഇത് ഇങ്ങനെയാവും കേട്ടോ, സിമെട്രിക് കേണലായി. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കാണ്, കേണൽ മാത്രമല്ല മൊത്തത്തിൽ വരുന്നുണ്ട് ഇവിടെ കേണലായിട്ട്. ഓക്കെ, എനിവേ അതവിടെ നിൽക്കട്ടെ. ഗ്രീൻ ഫംഗ്ഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം വന്നാൽ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞത് ഇൻ്റഗ്രൽ ഇക്വേഷൻ ആയതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്തായിരിക്കണം, വൈ ഉൾപ്പെടുന്ന ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ഗിവൺ ഇക്വേഷൻ ഇതാണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അതായത് തന്നിട്ടുള്ള ഇക്വേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ മൈനസ് 1 ഈക്വൽ ടു 0. അപ്പുറത്തുള്ള 1 ഇപ്പുറത്തേക്ക് എടുക്കണം. അതായത് ആ രീതിയിൽ എടുക്കണം നമ്മുടെ ഇക്വേഷൻ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ മൈനസ് 1 ഈക്വൽ ടു 0. കണ്ടീഷൻ തന്നില്ല, വൈ ഓഫ് 0 വൈ ഓഫ് 1 0 ആണ്. ഹോമോജീനിയസ് കണ്ടീഷൻ, രണ്ട് 0 ആണ് വാല്യൂ, ഹോമോജീനിയസ് കണ്ടീഷനുള്ളതാണ്. ഇനി ജനറലായിട്ടുള്ള ഫോം എന്ന് പറഞ്ഞാൽ എൽ വൈ പ്ലസ് 5 ഈക്വൽ ടു 0 എന്നാണ്. പക്ഷേ എല്ലാം നമുക്ക് എൽ വൈ എന്താ, പി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി പി ബൈ ഡി എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ വൈ, ഇത്രയാണ് എൽ വൈ പ്ലസ് 5 ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുക. നമ്മൾ എടുക്കേണ്ടത് നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഉണ്ടാവും, ക്യൂ വൈ ഇല്ലേ, അപ്പോൾ ഒരു എക്സ് വൈ ഇവിടെ ഇല്ലേ. പിന്നെ പി ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിന് പി 1 ആണ് ഇവിടെ, പി കമ്പയർ ചെയ്യുമ്പോൾ 1 ആണ്. പിന്നെ ഡി പി ബൈ ഡി എക്സ് അപ്പോൾ 0 ആയിരിക്കും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിന് ടേം ഉണ്ടാവില്ല. ഡി പി ബൈ ഡി എക്സ് 0 അല്ലേ, പി 1 ആണെങ്കിൽ. ഡി പി ബൈ ഡി എക്സ് 0 അല്ലേ, കോൺസ്റ്റൻ്റ് അല്ലേ പി. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇല്ല, അതിവിടെ ഇല്ല, ടേം ഇല്ലല്ലോ. പിന്നെ ക്യൂവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് എടുക്കാം. പക്ഷേ ക്യൂവിന് എക്സ് എടുത്ത് ക്യൂ വൈ ഇതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫൈൻ്റെ ചാൻസ് പിന്നെ -1 ഉണ്ടാവും. അതിൽ പക്ഷേ എന്തില്ല, വൈ ഇല്ല, -1 ആണ്, -1 അതിൽ വൈ ഇല്ല. അപ്പോൾ പക്ഷേ വൈ വന്നാലേ നമുക്ക് ഇൻ്റഗ്രൽ ഇക്വേഷൻ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് മൊത്തത്തിലും എടുക്കണം, ആദ്യം അങ്ങ് എടുത്തേക്കാം അതാ ശ്രദ്ധിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, എന്നുള്ളത് പിന്നെ comparing 1 and 2, since the problem is to convert to integral equation, must contain x, y ഉൾപ്പെടണം അല്ലേ. ഫൈയിൽ എന്തായാലും y ഉണ്ടാവണം. അതുകൊണ്ട് എന്തെടുക്കണം, എക്സ് വൈ -1 എടുക്കണം. അപ്പോൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇനി കമ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തല്ലോ, എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ഫിക്സ് ചെയ്തല്ലോ. ഇനി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്നുള്ളത് എക്സ് വൈ -1 ആയതുകൊണ്ട് ക്യൂ ഇല്ല, ക്യൂ 0 ആണ്, പി 1 ആണ് കിട്ടും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ പി 1 ആയിരിക്കും, ക്യൂ 0 ആയിരിക്കും, ഡി പി ബൈ ഡി എക്സ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പി മതി നമുക്ക് ആവശ്യമുള്ളൂ, ക്യൂ ആവശ്യമില്ല. പി നമുക്ക് കാൽക്കുലേഷനൊക്കെ പി ആവശ്യമുള്ളൂ, ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കാനുള്ള കാരണം അറിയാലോ. -1 പകരം നമ്മൾ എക്സ് വൈ -1 എടുക്കണം, ഇൻവോൾവിങ് വൈ എടുക്കണം.
എന്നാലും ശരിയാവും. നമ്മൾ ഇൻ്റഗ്രൽ ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പി കിട്ടി, ഫൈ കിട്ടി അല്ലേ. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോകണമെങ്കിൽ ഇനി ജി അറിയണം. അപ്പോൾ ജി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒരു ക്യാപിറ്റൽ എ അറിയണം അല്ലേ, യു അറിയണം, ബി അറിയണം, അതൊക്കെ അറിയണം, എന്നാലും ജി കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് LY ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനാണ്. അതായത് തന്നുള്ള ഇക്വേഷൻ LY പ്ലസ് 5 ഈക്വൽ 0 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ അതിൽ LY മാത്രം എടുക്കും. 5 വെച്ച് കഴിഞ്ഞാൽ ഇതാ 5 ഇതല്ലേ, അത് ഒഴിവായി കഴിഞ്ഞാൽ LY ഇതാണ്. അപ്പോൾ LY എന്ന് പറഞ്ഞാൽ d²/dx² എന്ന് മനസ്സിലാക്കാം. മനസ്സിലല്ലേ? അപ്പോൾ LY ഈക്വൽ 0, അതായത് d²/dx² ഈക്വൽ 0 എന്ന് എടുക്കുക. അത് സോൾവ് ചെയ്യണം. അത് സാധാരണ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എന്താ വരിക? y∬m² എടുക്കും. m² ഈക്വൽ 0 ആയി. അപ്പോൾ എമ്മിന് 2 വാല്യൂസ് ഉണ്ടാകും. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 റൂളുണ്ട്, പക്ഷേ ഈക്വലാണ് ഇവിടെ 0, 0. അങ്ങനെയാകുമ്പോൾ നമ്മൾ സൊല്യൂഷൻ ചെയ്യുന്ന അറിയാലോ, y ഈക്വൽ ടു c1 + c2x e⁻mx. പക്ഷേ ഇവിടെ 0 ആണ് സൊല്യൂഷൻ. അപ്പോൾ e⁻0x. അപ്പോൾ e⁻1 ആയി. അപ്പോൾ c1 + c2x ആണ് y. സൊല്യൂഷൻ ഇതാണ്. LY ഈക്വൽ ടു 0 സൊല്യൂഷൻ ഇതാണ്. പക്ഷേ u(x) എന്ന് പറഞ്ഞ സൊല്യൂഷൻ എന്തായിരിക്കണം? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സൊല്യൂഷനാണ് u(x) എടുക്കേണ്ടത്. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്താ? y(0) ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ അത് ശരിയാവുന്ന ഏതാണെന്ന് നോക്കുക. y(0), അതായത് y(a) എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞാൽ 0 ആണ് ഫസ്റ്റ്. ചെറുത് എയും വലുത് ബി ആണ്. a(0), b(1) ആണ് ഇവിടെ. അപ്പോൾ y(a) എന്ന് പറഞ്ഞാൽ y(0) 0 തന്നിട്ടുണ്ട്. അപ്പോൾ y(0) എന്താ ഇവിടെ? എക്സിന് 0 എടുക്കുക. അപ്പോൾ c1 + c2 × 0, അത് 0 ആവണം. അങ്ങനെ 0 ആവണമെങ്കിൽ എന്ത് സംഭവിക്കും? c1 0 ആവണം, c2 1 ആയാൽ മതി. c1 0, c2 1 ആയത് ശരിയാവും, ഈക്വൽ 0 ആവും. അപ്പോൾ c1 നിങ്ങൾ 0 എടുക്കണം, c2 1 എടുക്കണം. അത് ശ്രദ്ധിക്കണം. അല്ല c1 1 എടുത്താൽ പിന്നെ 0 ആവില്ല. മനസ്സിലല്ലേ? ഇത് 0 ആവണമെങ്കിൽ c1 എന്തായാലും 0 ആവണം. c1 1 എടുത്താൽ അത് ഒരിക്കലും 0 ആവില്ല. 1ൻ്റെ ഇപ്പോൾ ആൻസർ. അപ്പോൾ c2 എന്ത് വേണം എടുക്കുക? × 0 എന്നല്ലേ, c2 ഏതെടുത്താലും പക്ഷേ. അപ്പോൾ c2 1 എടുക്കുക, c1 0 എടുക്കുക. ഇത് 2 0 എടുക്കരുത്. 2 0 എടുത്താലും ഇത് ശരിയാവും. അപ്പോൾ c1 c2 0 ആണെങ്കിൽ പിന്നെ ആ ട്രിവിയൽ സൊല്യൂഷൻ ആയിപ്പോവും. അപ്പോൾ y ട്രിവിയൽ ആയിപ്പോവും. y എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷൻ പിന്നെ ട്രിവിയൽ ആയിപ്പോവും. നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് വേണ്ടത് എപ്പോഴും. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ c1 0 എടുക്കണം. അപ്പോൾ c2 0 എടുക്കരുത്, c2 1 എടുക്കണം. അപ്പോൾ y എന്തായി? ഇപ്പോൾ y എന്തായി? 0 + 1 × x. y എന്ന് പറഞ്ഞാൽ അപ്പോൾ 0 + 1 × x, അത് x ആയി. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന LY ഈക്വൽ 0 എന്ന് പറഞ്ഞ ഇക്വേഷന് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനാണ് നമ്മൾ u എടുക്കേണ്ടത്. u എന്ന് എടുക്കേണ്ടത്. അപ്പോൾ u(x) എന്തെടുക്കാം? x എടുക്കാം. u(x) എടുത്തു. ഇതാണ് വർക്കിംഗ് മെത്തേഡ്. ഇനി അതേ തന്നെ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് y(b) എന്ന് പറഞ്ഞാൽ ഇവിടെ 1 രണ്ടാമത്തെ. y(b) 0, y(1) 0 തന്നില്ലേ. അപ്പോൾ y ഇതാണല്ലോ, c1 + c2x അല്ല, 1 കൊടുക്കുക x. അപ്പോൾ c1 + c2 × 1 0 ആവണം. y(1) എന്ന് പറഞ്ഞാൽ c1 + c2 × 1 0 ആവണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് 0 ആവണമെങ്കിൽ c2 0 ആവുക നിവൃത്തിയുള്ളൂ. ഇല്ലേ പിന്നെ ഇത് c1 + c2 0 എന്നല്ല, അപ്പോൾ c2 0 ആവുക നിവൃത്തിയുള്ളൂ. പക്ഷേ c2 0 ആയ പിന്നെ c1 0 ആയിപ്പോൾ. അത് ശ്രദ്ധിക്കണം. c2 0 ആയ പിന്നെ c1 0 ആയിപ്പോൾ. അപ്പോൾ 2 0 ആവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മളിത് 0 ആവാനൊരു ഐഡിയ എന്താ വെച്ചാൽ c1 1 c2 -1 കൊടുത്താൽ മതി. ശരി. അപ്പോൾ എന്തായി? അല്ലെങ്കിൽ പിന്നെ 2 0 ആയിപ്പോൾ, വേറൊരു വഴിയില്ല. c2 0 എടുത്താൽ പിന്നെ c1 0 ആവുക നിവൃത്തിയുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ആയാൽ പിന്നെ ട്രിവിയൽ സൊല്യൂഷൻ ആയിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഈ കേസിൽ c2 -1 c1 1 കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായി? y ഈക്വൽ ടു 1 + c1 + c2x -1 × x, അത് 1 - x ആയി. അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത LY ഈക്വൽ 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ v എന്ന് എടുക്കുന്നത്. അപ്പോൾ v(x) 1 - x. ഇങ്ങനെയാണ് u(x)ഉം v(x)ൻ്റെ സെലക്ഷൻ. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. u(x) കാണുന്നതും v(x) കാണുന്നതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. LY ഈക്വൽ 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് ഹോമോജീനിയസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനെ കിട്ടും, അത് u(x) എടുക്കുക. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടും, അതിനെ v(x) എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് u(x)ഉം v(x)ഉം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ g എന്താ നോക്കി? g കാണാനുള്ള ഫോർമുല ഇതാണ്. -1/a u(x) v(ψ). u v എന്നുള്ള ഓർഡർ തന്നെയാണ്, പക്ഷേ ആദ്യം u(x) എടുക്കുക, പിന്നെ അപ്പം v(ψ) ആയിരിക്കണം. x അവിടെ എടുത്താൽ ഇവിടെ ψ ആയിരിക്കണം. അടുത്തതിന് u v ഓർഡറാണ്, പക്ഷേ ഇവിടെ ψ എടുക്കണം, x എടുക്കണം. ഇത് -1/a മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ഇതിൽ u v നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി g കിട്ടണമെങ്കിൽ a കിട്ടണം. പക്ഷേ a കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? w ആവശ്യമുണ്ട്. w × p(ψ) ആണ് a. p(ψ) നമുക്കറിയാം. p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം p(x) എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മൾ ഇവിടുത്തെ p എന്ന് പറഞ്ഞാൽ 1 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ p(x) ആയാലും p(ψ) ആയാലും 1 ആണ്. പക്ഷേ w കണ്ടുപിടിക്കണം. അപ്പോൾ w കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? റോൺസ്കിൻ അല്ലേ, u v' - u' b അല്ലേ. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ u(x) x അല്ലേ, അപ്പോൾ u(ψ) ψ. പിന്നെ v1 - x അല്ലേ, അപ്പോൾ v' എന്താ? -1.
അപ്പോൾ അത് -1. ഇനി യു ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. വി ഓഫ് സൈ എന്താ? വി ഓഫ് എക്സ് 1 - x. അപ്പോൾ വി ഓഫ് സൈ 1 - i. അപ്പോൾ അതിങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ -1 ആൻസർ കിട്ടും. W. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എ എന്താ? W ഇൻറ്റു ബി ഓഫ് സൈ. അപ്പോൾ -1 ഇൻറ്റു 1 = -1. പി ഓഫ് എക്സ് 1 ആണ്, അതുകൊണ്ട് പി ഓഫ് സൈയും 1 തന്നെ. പി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ജി കിട്ടി. ഈ ഫോർമുല വെച്ചിട്ട് ജി കിട്ടി. ഇങ്ങനെ ജി കിട്ടും. അങ്ങനെ ജി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സൊല്യൂഷൻ ഫോർമുലയുണ്ട്. y ഓഫ് എക്സ് = ഇൻ്റഗ്രേറ്റ് ടു ബി. കണ്ടോ? ഇൻ്റഗ്രേറ്റ് ടു ബി ജി ഇൻറ്റു ഫൈ ഓഫ് സൈ ഡി സൈ. ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ ഈ സൊല്യൂഷൻ എഴുതാം. എ 0 ബി 1 ആണല്ലോ. അപ്പോൾ y ഓഫ് എക്സ് = -0 to 1 ജി ഓഫ് എക്സ് ഐ. ഫൈ ഓഫ് സൈ എന്താണെന്ന് നോക്കണം. ഫൈ ഓഫ് എക്സ് നമ്മൾ എടുത്തത് xy -1 അല്ലേ? xy -1 എന്ന് പറഞ്ഞാൽ x ഇൻറ്റു y ഓഫ് എക്സ് -1 ആണ്. y എന്ന് പറഞ്ഞാൽ y ഓഫ് എക്സ് ആണ്. അപ്പോൾ ഫൈ ഓഫ് സൈ എന്താ? വേരിയബിൾ എക്സ് മാറ്റിയാൽ എക്സ് സൈ ആക്കിയാൽ സൈ ഫൈ y ഓഫ് സൈ -1. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ബ്രാക്കറ്റൊക്കെ കൃത്യമായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ, ഇത് രണ്ട് ഇൻ്റഗ്രലാക്കി മാറ്റാം വേണമെങ്കിൽ. ഇത് കണ്ടോ? ജി ഓഫ് എക്സ് ഐ സൈ വൈ സൈ ഡി സൈ ഒന്നും, പിന്നെ മൈനസ് ജി ഓഫ് എക്സ് ഐ ഡി സൈ വേറെ. ഇങ്ങനെ രണ്ടെണ്ണാക്കി മാറ്റും. കാരണം ഇത് ഇൻ്റഗ്രൽ ഇക്വേഷൻ ആണ്. ഇതിനെ ഒന്നും ചെയ്യാനില്ല. ഇതിനുള്ളിൽ വൈ ഓഫ് സൈ വന്നു കഴിഞ്ഞു. ഇൻ്റഗ്രലിനുള്ളിൽ വൈ ഓഫ് സൈ വന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഇക്വേഷൻ ആയി. ഇത് വേണേൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തത് അങ്ങനെ തന്നെ എഴുതി, ഒന്നും ചെയ്യാനില്ല. ഇനി അതങ്ങനത്തെ ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ ഭാഗമാണ്. അതിനി ഒന്നും ചെയ്യണ്ട. ഇൻ്റഗ്രൽ ഇക്വേഷന് വരേണ്ട ഭാഗമാണ്. ഈ ഭാഗമാണ് നമുക്കിനി പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പ്രൂവ് ചെയ്യാൻ പറഞ്ഞില്ല. എക്സിൻ്റെ 1 - x/2 എന്ന് കിട്ടുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? 0 to 1 മാറ്റിയിട്ട് 0 to x x to 1 ആക്കും. ഇത് ബ്രാക്കറ്റ് ഇടണം. മൈനസ് ഓഫ് ആണ്. ഇനി 0 to x ആകുമ്പോൾ സൈ അല്ലേ ഇവിടെ വേരിയബിൾ. സൈ 0 - x ഇടയിലാകുമ്പോൾ എക്സിൻ്റെ സ്ഥിതി എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ സൈ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ സൈ ആണ്. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ ആണ് എടുക്കേണ്ടത്. സൈൻ്റെ സൈ കണ്ടുപിടിച്ചല്ലോ നിങ്ങൾ. സൈ കണ്ടുപിടിച്ചല്ലോ. അതിൽ രണ്ടാമത്തെയാണ് എടുക്കേണ്ടത്. ഇതാണ് എടുക്കേണ്ടത്. എക്സ് ഗ്രേറ്റർ ദാൻ സൈ ആണ് എടുക്കേണ്ടത്. ഇതാണ് ആദ്യത്തെ ഇൻ്റഗ്രൽ എടുക്കേണ്ടത്. രണ്ടാമത്തെ ഇൻ്റഗ്രലിൽ എക്സ് ടു 1 ആണ്. അപ്പോൾ എക്സ് ടു 1 ആകുമ്പോൾ സൈ അതിനിടയിലല്ലേ. അപ്പോൾ സൈ എക്സിനേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ സൈ ആണ്. അപ്പോൾ രണ്ടാമത്തെ ഇൻ്റഗ്രൽ ഇതാണ് എടുക്കേണ്ടത്. മനസ്സിലായി? അങ്ങനെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ കൊടുക്കുക, വാല്യൂ കൊടുക്കുക. പിന്നെ ഡി സൈ വിത്ത് റെസ്പെക്ട് ടു സൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈ അല്ലാത്ത വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്കി മാറ്റിയെടുക്കുക. അതാ 1 - x വേറെ എടുക്കാം. സൈൻ്റെ ഇൻ്റഗ്രൽ sin²/2 എടുക്കാം. ലിമിറ്റ് 0 to x. ഇവിടെ അങ്ങനെ തന്നെ എക്സ് വേറെ എടുക്കാം. 1 - iൻ്റെ ഇൻ്റഗ്രൽ sin - i² കൊടുക്കുക. പിന്നെ ലിമിറ്റ് x to 1 കൊടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കാണേണ്ടത്. ലിമിറ്റ് കൊടുത്തിട്ട് വാല്യൂ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ കിട്ടുക. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മളെ ആൻസറിൽ എത്താൻ പറ്റും. അപ്പോൾ ഇങ്ങളുടെ ഇൻ്റഗ്രൽ 0 to 1. ആദ്യത്തെ ഇൻ്റഗ്രൽ അങ്ങനെ തന്നെ ജി ഓഫ് എക്സ് ഐ സൈ ഇൻറ്റു വൈ ഓഫ് സൈ ഡി സൈ. അതങ്ങനെ തന്നെ എഴുതാം. മൈനസ് മറ്റേ നമ്മൾ വാല്യൂ കൊടുക്കുക. പിന്നെ 1 - x കോമൺ, പിന്നെ ഹാഫും കോമൺ എടുക്കുക. sin²/2 കോമൺ എടുക്കുക. പിന്നെ സൈക്ക് ആദ്യം എക്സ് കൊടുത്താൽ x², പിന്നെ 0 കൊടുത്താൽ 0. അപ്പോൾ ഇങ്ങനെ വരും. മൈനസ് പ്ലസ് എക്സ് ഇൻറ്റു അടുത്തതിൽ ആദ്യം നമ്മൾ പിന്നെ 1 കൊടുക്കും. 1 കൊടുത്താൽ പിന്നെ sin - i²/2. അപ്പോൾ 1 - 1/2 മൈനസ് x - x²/2 ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ കൂടി ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അവിടെ നമ്മൾ എക്സ് കോമൺ ആയിട്ട് എടുത്താൽ ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മളെ ആൻസർ കിട്ടേണ്ടത്. പറഞ്ഞിട്ടുണ്ട് ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ ഓഫ് ദിസ് കൈൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ്. ട്രാൻസ്ഫോം ദ ഇക്വേഷൻ. ഈ ഇക്വേഷനാണ്. ഇവിടെ ഹോമോജീനിയസ് കണ്ടീഷൻ തന്നെയാണ്. 0 0 1 പക്ഷേ ഇവിടെ y ഡാഷാന്ന് മാത്രം. y ഡാഷ് ഓഫ് 1 = 0 എന്നാണ്. ശരി, കണ്ടീഷൻ അത്രയേ ഉള്ളൂ. പിന്നെ എന്തായാലും ഇത് ബൗണ്ടറി കണ്ടീഷനാണ്. ഒന്ന് 0 ആണ്, ഒന്ന് 1 ആണ്. വ്യത്യസ്ത പോയിൻ്റാണ്. ബൗണ്ടറി കണ്ടീഷനാണ്. ഒന്ന് y ആണ്, ഒന്ന് y ഡാഷാണ് മാത്രം. അതിന് പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ തന്നുള്ള ഇക്വേഷൻ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ആക്കി = 0 എന്ന് എഴുതുമ്പോൾ y - x ഇവിടെ കാണുന്നില്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കേണ്ടത് ഇൻ്റഗ്രൽ ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാനാണ്, സോൾവ് ചെയ്യാനല്ല. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഇതെടുക്കേണ്ടി വരും. അപ്പോൾ ly ഇതായിരിക്കും. ly + φ = 0 എന്നല്ലേ ഫോം. അപ്പോൾ ly ഇതായിരിക്കും. മനസ്സിലായി? അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ P1 ആയിരിക്കും. അപ്പോൾ P1 ആയിരിക്കും, Q0 ആയിരിക്കും. അങ്ങനെയൊക്കെ കിട്ടും. ഇതിനിങ്ങനെ കാര്യങ്ങൾ കിട്ടണം. എന്നിട്ട് നമ്മൾ യു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താ? ly = 0 കൺസിഡർ ചെയ്യുക. അതായത് x² = 0. നേരത്തെ പോലെ തന്നെ നമുക്ക് സൊല്യൂഷൻ C1 + C2x ആയിരിക്കും. പിന്നെ കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ y ഓഫ് 0 0 തന്നിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് C1 + C2 × 0 0 എന്നാണ് വരിക. അപ്പോൾ ഇതിന് 0 ആവണമെങ്കിൽ C1 0 ആണ്, C2 1 എടുക്കണം. 2 0 എടുത്താൽ ട്രിവിയലായിട്ട്.
അപ്പോൾ അത് വെച്ചിട്ട് y എന്തായിരിക്കും എക്സ് ആയിരിക്കും. അപ്പോൾ യു ഓഫ് എക്സ് എക്സ് കിട്ടി. വി ഓഫ് എക്സ് കാണാൻ വേണ്ടി രണ്ടാമത്തെ കണ്ടീഷൻ വൈ ഓഫ് ബി നല്ലതാണ് വൈ ഡാഷ് ബി വൈ ഡാഷ് ബി എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് ഓഫ് 1 0 തന്നെ. അപ്പോൾ വൈ ഡാഷ് ഓഫ് 1 0 എന്ന് പറഞ്ഞാൽ C2 0. വൈ ഡാഷ് ഓഫ് എക്സ് എത്രയാണ്? വൈ ഓഫ് എക്സ് ആണ് C1 + C2 എക്സ് നമുക്ക് കിട്ടിയത്. അപ്പോൾ വൈ ഡാഷ് ഓഫ് എക്സ് എന്താ C2. അപ്പോൾ C2 0 എന്ന് അതിൻ്റെ അർത്ഥം. വൈ ഡാഷ് ഓഫ് 1 0. C2 കോൺസ്റ്റൻ്റ് അല്ലേ, വൈ ഡാഷ് ഓഫ് 1 ആയാലും C2 തന്നെ. C2 0 എന്നർത്ഥം. അപ്പോൾ C2 0 ആയാലും C1 0 എടുക്കാൻ പാടില്ല. അപ്പോൾ ട്രിവിയൽ ആയി പോലെ സൊല്യൂഷൻ. അപ്പോൾ C1 1 എടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു C1 1 + 0 ഇൻഡെക്സ് അതായത് 1 കിട്ടും. അപ്പോൾ വി ഓഫ് എക്സ് 1 കിട്ടും. പിന്നെ റോൺസ്കിൻ അടുത്ത സ്റ്റെപ്പ് റോൺസ്കിൻ കാണാം. ഫോർമുല ഉപയോഗിച്ച് റോൺസ്കിൻ കാണാം. അപ്പോൾ -1 ആൻസർ കിട്ടും. ഓക്കെ, -1 ആൻസർ. യു ഡാഷ് 1 ആണ്. യു ഓഫ് എക്സ് ആകുമ്പോൾ യു ഡാഷ് 1, വി ഓഫ് എക്സ് 1 ആകുമ്പോൾ വി ഡാഷ് 0 ആണ്. അപ്പോൾ അതിവിടെ കൊടുക്കും. പിന്നെ യു ഓഫ് എക്സ് സൈ, യു ഓഫ് എക്സ് എക്സ് ആയതുകൊണ്ട് യു ഓഫ് സൈ ആയിരിക്കും. പിന്നെ വി ഓഫ് എക്സ് 1 ആയതുകൊണ്ട് വി ഓഫ് സൈയും 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ W -1 എന്ന് കിട്ടും. W -1 കിട്ടിയല്ലോ. അപ്പോൾ എ കണ്ടുപിടിക്കാൻ പറ്റും. എ എന്ന് പറഞ്ഞാൽ W പി ഓഫ് സൈ. P1 ആണ്, -1 -1. പിന്നെ G ഇതാളുടെ ഫോർമുല വെച്ചിട്ട് G എഴുതും. ഓക്കെ, ഈ സൊല്യൂഷൻ ഫോർമുല അറിയാലോ. വൈ ഓഫ് എക്സ് ഈക്വൽ ഇൻ്റഗ്രേറ്റ് ബി ജി ഓഫ് എക്സ് ഐ ഫൈ ഓഫ് സൈ ഡി. ഫൈ ഓഫ് സൈ എന്ന് പറഞ്ഞാൽ 5y - x ആണ്. ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഓഫ് എക്സ് - x. അപ്പോൾ ഫൈ ഓഫ് സൈ എന്താ? വൈ ഓഫ് സൈ - i. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. വൈ ഓഫ് സൈ - i അത് ബ്രാക്കറ്റ് ഇടണം. ഇൻറ്റു ഡി സൈ ഇ ഓഫ് എക്സ് ഐ. ഇതാണ് ഇൻ്റഗ്രൽ ഇക്വേഷൻ. പക്ഷേ ഇവിടെ പിന്നെ വേണമെങ്കിൽ രണ്ട് ഇൻ്റഗ്രൽ ആക്കുക. ജി ഓഫ് എക്സ് ഐ ഇൻറ്റു വൈ സൈ ഡി സൈ അതൊന്ന്, പിന്നെ മൈനസ് ജി ഓഫ് സൈ ഡി സൈ. ഇത് ഇൻ്റഗ്രൽ ഇക്വേഷൻ അല്ല, ഇതിനുള്ളിൽ ഇൻ്റഗ്രൽ വൈ ഇല്ലാതെ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനെ തന്നെ ഇടണം. ശരി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ രണ്ടെണ്ണാക്കുക. 0 to x x to 1 ആക്കുക. നേരത്തെ പോലെ നോക്കിയിട്ട് ജിക്ക് രണ്ടാമത്തെ വില കൊടുക്കേണ്ട ഇവിടെ, ജിക്ക് ഇവിടെ ആദ്യത്തെ വില കൊടുക്കുക. പിന്നെ സാധാരണ പോലെ സിംപ്ലിഫിക്കേഷനാണ്. അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഈ ആൻസറിൽ എത്താൻ പറ്റും. ഇങ്ങനെയുള്ള ആൻസറിൽ എത്താൻ പറ്റും. വൈ ഓഫ് എക്സ് ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ് പ്ലസ് λ1 എൻ്റെ 0 to a to b. പിന്നെ കേണൽ ഇത്രയും ഭാഗം കേണലാണ്. ജി ഓഫ് എക്സ് ഐ ഇൻറ്റു വൈ ഓഫ് സൈ കെ ഓഫ് എക്സ് സൈ എന്നുള്ള ഭാഗം ഇൻറ്റു ഡി സൈ ഇൻറ്റു വൈ ഓഫ് സൈ ഡി സൈ. സോറി, കെ ഓഫ് എക്സ് ഐ ഇവിടെ ജി ഓഫ് എക്സ് ഐ ആണ്. ഇൻറ്റു വൈ ഓഫ് സൈ ഡി സൈ. അതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ ജി ഇതാണ് റിക്വയർഡ് ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ.